MC മുന്നു എന്ന യൂട്യൂബിൽ പലപ്പോഴും നിറസാന്നിധ്യമായ ഒരാളെയാണ് ഒരു ചെറിയ പ്രശ്നത്തിന് മേൽ കെട്ടിയിട്ട് മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടത് നമ്മൾ. എന്തായാലും ഈ ആൾക്കൂട്ട കൊലപാതകം ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഈ മൂവാറ്റുപുഴയിൽ നടന്ന ഈ സംഭവം നമ്മുടെ മനസാക്ഷി ഉണർത്തേണ്ട കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നൊരു കാര്യം, ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ടെന്നാണ്. 10 പേരിപ്പോൾ റിമാൻഡിലാണ്. ഈ റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ പ്രതിയേർക്കപ്പെട്ടു എന്നും വരാം. പ്രതികളുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചില മർദ്ദന ദൃശ്യങ്ങൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. യഥാർത്ഥത്തിൽ തങ്ങളൊന്നും ചെയ്തില്ല, മരണം അറിയാതെ വന്ന് കയറിയതാണ് എന്ന് പറയുകയാണ് പ്രതികളുടെ കൂട്ടം. നമുക്കതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല, കാരണം അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, കെട്ടിയിട്ട് മർദ്ദിക്കുന്നതൊക്കെ തന്നെ. തീർച്ചയായിട്ടും ഈ മനുഷ്യനോട് നമ്മൾ ചെയ്തത് മഹാക്രൂരതയാണ്. ഒരിക്കലും ഇതൊന്നും ആളുകൾ അനുകരിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഏത് കാര്യവും നമുക്ക് അയാൾ എന്ത് കാര്യത്തിന് മൂവാറ്റുപുഴയിൽ വന്നതാണെങ്കിൽ പോലും അയാളോട് നമുക്ക് നീതിപൂർവമായി പെരുമാറാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. വിനീത, ഈ MC മുന്നു ഇത്രയും പ്രാഗൽഭ്യവും പ്രതിഭയും ഉള്ള ഒരാളാണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. എന്താണ് അയാളുടെ MC മുന്നുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ MC മുന്നു, അശോക് ദാസ് ആണ് MC മുന്നു എന്ന പേരിൽ യൂട്യൂബിൽ അറിഞ്ഞിരുന്നത്. ഇദ്ദേഹം ഒരുപാട് വീഡിയോകൾ ഒരു റാപ്പ് സോങ് രീതിയിലൊക്കെ ചിത്രീകരിച്ചിടുമായിരുന്നു. ഈ ഹിന്ദി ഭാഷയിലുള്ള വീഡിയോകൾക്ക് പക്ഷേ നിരവധി കാഴ്ചക്കാരുമുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ആ വീഡിയോകൾക്ക് ചുവടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഈ കാഴ്ചക്കാരും അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ കമന്റുകളാണ് ഇടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ എസ്കെൻ 10 പേരെ, ഈ പ്രദേശവാസികളായ 10 പേരെയാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പ്രതികളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ നാളെ വീണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇവരെ വളരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നാളെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയേക്കും. ഒപ്പം തന്നെ ഈ പ്രതികളിൽ ചിലരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ MC മുന്നു, അതായത് അശോക് ദാസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, കെട്ടിയിടുന്ന ദൃശ്യങ്ങൾ, ഇവർ തൂണിൽ കെട്ടിയിട്ട് മൊബൈൽ ഫോണിൽ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്കടക്കം, ഈ 10 പേരുടെയും അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ അവരുടെ വീട്ടിലും ആ പ്രദേശങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിരുന്നത്, അങ്ങനെ അവരുടെ ഈ പ്രതികളുടെയൊക്കെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് പോലീസ് കുടുക്കിയതാണ്, കൃത്യമായുള്ള തെളിവുകളില്ല എന്നൊക്കെയാണ്. ആ ആരോപണങ്ങളെല്ലാം പോലീസ് അടിസ്ഥാനരഹിതമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 2 പേരെ കൂടി അന്വേഷണ സംഘം നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. 2 പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അവർ ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വ്യക്തമായ തെളിവ് ലഭിച്ചാൽ ഈ 2 പേരുടെയും അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എസ്കെ.